ലോകമെങ്ങുമുള്ള കായികപ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന 33ാമത് ഒളിമ്പിക്സ് കായികമാമാങ്കം സാഗൂതം വീക്ഷിക്കേണ്ടതിന് പാരാകെ പാരീസിലേക്ക് കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ മതതീവ്രവാദം എല്ലിനിടയിൽ കുത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസൻ പ്രവിശ്യയുടെയും ഹിസ്ബുള്ളയുടെയും തീവ്രവാദികളും കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന അവരുടെ അനുയായികളും ആക്രമണ ഭീഷണിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ പാരീസ് ഒളിമ്പിക്സിന് ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേൽ താരങ്ങളെ കൊന്നൊടുക്കുമെന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രാൻസിനെ ചോരപ്പുഴയാക്കുമെന്നുമൊക്കെയാണ് ഭീകരരുടെ ഭീഷണികൾ. ഭീഷണി സന്ദേശങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ കൈകളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അടുത്ത കുറെ കാലങ്ങളായി യൂറോപ്പിൽ നടക്കുന്ന കായിക മത്സരങ്ങളെ ആക്രമിക്കാനുള്ള ആഹ്വാനങ്ങളുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നിരന്തരമായി രംഗത്തിറങ്ങുകയാണ്. ഇസ്ലാമിക തീവ്രവാദികളുടെ ഈറ്റില്ലമായ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ISKP എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസൻ പ്രവിശ്യയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രമാക്കി തീവ്രവാദ ആക്രമണങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ മോസ്കോയിലെ കച്ചേരി ഹാളിൽ 140-ലധികം ആളുകളെ കൂട്ടക്കുരുതി കഴിച്ച സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വവും ഇവർക്കായിരുന്നു. സ്വീഡിഷ് ആരാധകരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രസൽസിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ആക്രമണം നടത്തിയതും ഇതേ ചോരക്കുതിയന്മാരായിരുന്നു. കുരിശുയുദ്ധക്കാരെ കൂട്ടമായി കീഴടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 2015-ൽ 130 പേരുടെ മരണത്തിനിടയാക്കിയ പാരീസ് കൂട്ടക്കൊലയെക്കുറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് അടുത്തിടെ നടത്തിയ ചില പ്രസ്താവനകൾ ശക്തമായ ഭീകരാക്രമണത്തിന്റെ സൂചനകളാണ് നൽകുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. കായിക മത്സരത്തിന് വേണ്ടി അടക്കം ധാരാളം ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളത് ഇസ്ലാമിക തീവ്രവാദികൾ പണ്ടുമുതൽ നടപ്പിലാക്കി വരുന്ന അങ്ങേയറ്റം കിരാതമായ ഒരു ആക്രമണ രീതിയാണ്. ഇസ്ലാമിസ്റ്റുകളിലെ മൂത്ത തീവ്രവാദികളായ അൽ-ഖ്വയ്ദ 2017-ൽ ഇൻസ്പയർ മാഗസിനിൽ തിരക്കേറിയ കായികമേളകൾ താരതമ്യേന എളുപ്പമുള്ള ലക്ഷ്യങ്ങളായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂലികൾ ഈ ഒളിമ്പിക്സ് അവസരം മുതലെടുത്ത് ഒറ്റയ്ക്കോ ചെറുസംഘങ്ങളായോ അല്ലെങ്കിൽ ISIS പോലുള്ള അഫിലിയേറ്റുകളുടെ നേരിട്ടുള്ള പിന്തുണയോടെയോ തീവ്രവാദ ആക്രമണവുമായി രംഗത്തിറങ്ങിയേക്കാം. അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിൽ നിന്നുള്ള അത്ലറ്റുകളെയാണെന്നാണ് പറയപ്പെടുന്നത്. 52 വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന മ്യൂണിക് ഒളിമ്പിക്സിനെക്കുറിച്ചും തീവ്രവാദികളുടെ കയ്യാളുകൾ പറഞ്ഞുവെക്കുന്നു. എന്നാൽ മ്യൂണിക്കിൽ ഇസ്രായേൽ അത്ലറ്റുകൾ കൊല്ലപ്പെട്ടതോടെയാണ് മൊസാദ് എന്താണെന്നും അവരുടെ ശക്തി എന്താണെന്നും തീവ്രവാദികളും ഒപ്പം ലോകവും ശരിക്കറിഞ്ഞത്. ദൈവത്തിന്റെ പ്രതികാരമെന്ന തീവ്രവാദ ഓപ്പറേഷനിലൂടെ എല്ലാ ഭീകരന്മാരെയും മൊസാദ് അന്ന് തീർത്തു കളഞ്ഞു എന്നതാണ് ചരിത്രം. ഹൈടെക് നിരീക്ഷണം, രഹസ്യാന്വേഷണ ശേഖരം, സ്ഥലങ്ങൾ സുരക്ഷിതമാക്കാൻ സൈനിക സേനയുടെ ഉപയോഗം, അങ്ങനെ ഇതുവരെയുള്ളതിൽ ഏറ്റവും ശക്തമായ സുരക്ഷയാണ് പാരീസ് ഒളിമ്പിക്സിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗെയിമുകൾ സുരക്ഷിതമാക്കാൻ അസാധാരണമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഫ്രഞ്ച് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഭീകരരുടെ ഭീഷണികളെ അതിജീവിച്ച് സമാധാനപൂർണ്ണമായി ഒളിമ്പിക്സ് എന്ന കായിക മാമാങ്കം കടന്നുപോകുമെന്ന പ്രത്യാശയിലാണ് ലോകമിപ്പോൾ.